Hello, welcome back to another video. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ്റെ സ്പെഷ്യൽ ഡിഷാണ് മട്ടൺ ചോപ്സ് മസാല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. മട്ടൺ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പക്ഷേ ഞാൻ ചെറിയ ട്വിസ്റ്റൊക്കെ വരുത്തി സൗത്ത് ഇന്ത്യൻ ചെറിയ ട്വിസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 കിലോ മട്ടൻ്റെ റിബ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വാരി തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത്. ചില എല്ലുള്ള മീറ്റാണ് ഇതിനെപ്പോഴും ചോപ്സിന് ടേസ്റ്റ്. വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. 1 കിലോയ്ക്ക് ഇതിനനുസരിച്ച് നിങ്ങൾ എന്തോരം തൂക്കാൻ എടുത്തതനുസരിച്ച് നമ്മൾ ചേർക്കുന്ന മസാലകളുടെ വേരിയേഷൻസ് വരുത്തിയാൽ മതി. അതിനുവേണ്ടി ഞാനിപ്പോൾ 1/2 കിലോ മട്ടന് വേണ്ടിയിട്ട് ഒരു 2 ചെറിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വലുതായിട്ട് സ്ലൈസ് ചെയ്ത് അത് നമ്മുടെ പ്യൂരി ആക്കി ചേർക്കാനാണ് വലുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 2 ചെറിയ ഓണിയൻ ചെറിയ സ്ലൈസ് ചെയ്തത്, ശകലം ജിഞ്ചർ, ശകലം ഗാർലിക്, ഇതെല്ലാം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണെങ്കിൽ ജീരകം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ കുറച്ച് ജീരകവും കടുവും കൂടി ഉപയോഗിച്ചാണ് കടുക് പൊട്ടിക്കുന്നത്. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് തക്കോലവും ഗ്രാമ്പൂവും ഏലക്കായും, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എന്തൊക്കെ മസാലകളാണ് പാക്കറ്റിൽ കിട്ടുന്ന മസാലകൾ എന്തൊക്കെയാണ് സ്പൈസ് ഇഷ്ടം വെച്ചാൽ അതുങ്ങളെ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇറച്ചി മസാല കൂട്ടിന് കിട്ടുന്ന മസാലകൾ മതി. അതിലൂടെ നന്നായിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ സ്പൈസസ് എല്ലാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഇട്ടതിന് ശേഷം ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് നന്നായിട്ട് വഴറ്റി കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ 1/2 കിലോ മട്ടൺ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് കാണാം, നമ്മളുടെ സ്പൈസസും സവാളയും എല്ലാം കൂടെ നന്നായിട്ട് വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മട്ടൺ, അരിഞ്ഞു വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ മട്ടൻ്റെ റിബ്സാണ് കുറച്ച് നന്നായിട്ട് എല്ലാം ഇറച്ചിയുള്ള പീസാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു 1/2 മണിക്കൂറെങ്കിലും കുക്ക് ചെയ്യുക. ഒരു 10-20 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഞാൻ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ട് അടി പിടിക്കാൻ നോക്കി. നന്നായിട്ട് ഫ്രൈ ആയി വരിക ചെയ്യുന്നത്. ഈ സവാളയുടെ കൂടെ കിടന്നിട്ട് മട്ടനകത്ത് ശകലം നെയ്യൊക്കെ ഉണ്ടാവില്ല, നെയ്യെല്ലാം ഇറങ്ങി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ഗ്രൗണ്ട് സ്പൈസസ് എല്ലാം കൂടെ കിടന്നിട്ട് വെന്ത് അത് വേവുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ, അതിലും കൂടുതൽ ചിലപ്പം വേവിക്കേണ്ടി വരും. ഓരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന മട്ടൻ്റെ അനുസരിച്ച്. എനിക്ക് കിട്ടിയത് കുറച്ച് ലാമ്പാണ്, അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് വേവില്ലായിരുന്നു. അതുകൊണ്ട് 20 മിനിറ്റ് 30 മിനിറ്റ് വരെ വെച്ച് വേവിച്ചെടുക്കുക. ഞാനത് ശകലം കറിവേപ്പില ഇടുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിനൊക്കെ ആവശ്യമായുള്ള പൊടികളിട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരി കൂടുതൽ വേണ്ടുന്നവർ കുറച്ച് കൂടുതൽ ചേർക്കാം. പക്ഷേ നമ്മൾ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുള്ളൂ, ഇതിൻ്റെ ആവശ്യമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഉപയോഗിക്കുന്നത്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ഗരം മസാലയാണ് ടേസ്റ്റ് കിട്ടുന്നത്. നമ്മളൊരു 1/4 ടീസ്പൂൺ കൂടി ഉപയോഗിക്കുന്നുണ്ട് അവസാനം, ആ ഒരു ഫ്ലേവറിന് വേണ്ടി അവസാനം പുറത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കി നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റ് കിടന്ന് ചൂടാക്കട്ടെ, എല്ലാവരും നന്നായിട്ട് മിക്സ് ആയി വരട്ടെ. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും മണവും മട്ടനും മസാലയും എല്ലാം കൂടെ
നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അത് ആ കുക്കായി വരുന്നതിൻ്റെ മസാല എല്ലാം മിക്സ് ചെയ്ത് പിടിച്ച് വരുമ്പോൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ 2-3 മിനിറ്റ് അത് നന്നായിട്ട് കിടന്നൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒരു മിക്സറിൻ്റെ ചെറിയ ജാറിനകത്തിട്ട് അരച്ച് ചേർക്കുക. അപ്പം ആ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വേണമെങ്കിൽ ഇടാം. പക്ഷേ എനിക്ക് ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടി നല്ല ആ മസാല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് അരച്ച് ചേർക്കുന്നത്. അരച്ച് ചേർത്ത് അതിനെയും കൂടി ഇട്ടിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. നന്നായിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഒന്ന് വലിഞ്ഞ് നന്നായിട്ട് നല്ല ഗ്രേവി നല്ല തിക്കാവട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം കിടന്ന് നമ്മൾ മസാലയും അതെല്ലാം കിടന്ന് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ തൈര് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് തൈരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. പക്ഷെങ്കിൽ ഈ കറി വെന്ത് വരുമ്പോൾ നമ്മൾ അവസാനം പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും ഈ തൈരും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ ഇതിനകത്ത് തൈര് ചേർക്കുന്നുണ്ട് ലാസ്റ്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്തത്. പക്ഷേ നല്ല ഫ്ലേവറും ടേസ്റ്റും കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ നല്ല കറി കണ്ട നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല മസാലയൊക്കെ നല്ല തിക്കായി വന്നു. അപ്പോൾ എന്നിട്ട് തന്നെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി ഇതാക്കുക. അപ്പോൾ നമുക്കറിയാം ആ എണ്ണ തെളിഞ്ഞ് വരും. ആ ഭാഗം വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടി ഒരു 2-3 പച്ചമുളക് എരിവ് കുറഞ്ഞത് ചോപ്പ് ചെയ്തതിനകത്ത് ഇടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കറി നല്ല തിക്കായി ഗ്രേവിയൊക്കെ നല്ല പിടിച്ച് നല്ല നമുക്ക് ആ മണം തന്നെ കിട്ടും. അത് കുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെൽ കിട്ടും. അപ്പം നന്നായിട്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് ചെറുതായിട്ട് തൂയി കൊടുക്കുമ്പോൾ അത് ആ കോരി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ആ സെർവ് ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ നല്ലൊരു ഫ്ലേവറും മണവും ടേസ്റ്റും കിട്ടും. ഈ ഡിഷ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. മട്ടൺ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഡിഷ് ഇഷ്ടപ്പെടും. മട്ടൻ്റെ ഒരു ഉള്ളതിലൊരു നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കറി വാങ്ങത്തക്ക രീതിയിൽ റെഡിയായി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കറി വാങ്ങി നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് അപ്പത്തിൻ്റെ കൂടോ ഫ്രൈഡ് റൈസിൻ്റെ കൂടോ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.